ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ചെയ്തത് എന്തായാലും തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് അത് വളരെയധികം മോശമായി പോയി. വളരെ മോശമായിപ്പോയി. ഒരിക്കലും ഒരു സ്ത്രീയോടും ഒരു പുരുഷൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവിടെ നടന്നത്. ഏതെങ്കിലും കാരണവശാൽ ദിലീപ് പുറത്തിറങ്ങി സിനിമ പിടിക്കേണ്ട ഒരു അവസ്ഥ പ്രൊഡ്യൂസറിനാണ്. ആസിഫ് അലി എന്ന് പറഞ്ഞ ഈ വ്യക്തിത്വം ദിലീപിനൊപ്പം അഭിനയിക്കുന്നു. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കാട്ടുകളെ എനിക്ക് മാനസികമായിട്ട് ഇത് തെളിയിക്കപ്പെട്ട നിലയ്ക്ക് മാനസികമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇനി ചേരാനോ അദ്ദേഹത്തിന് ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇതിന്റെ വിക്ടിമായത്. ഇനി ആരും സൂത്രം കാണിച്ചാ ദിലീപിനെ വെറുതെ വിട്ടു, ദിലീപിനെ വെറുതെ വിട്ടു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. എനിക്കും ശരിയാവില്ല. ആവൂല്ലെന്ന് മാത്രമല്ല പലതും വെളിയിലാവും. ദിലീപിനെ വെറുതെ വിട്ടു, ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതായിരിക്കാം അതിനുള്ള കാരണം. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണ് ഞാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അത് അറസ്റ്റ് ചെയ്തു എന്നുള്ള ന്യൂസ് കേട്ടതിന്റെ റിയാക്ഷനാണ് അന്ന് അവിടെ കണ്ടത്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. അത് ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള റിയാക്ഷനാണ്. ദിലീപേട്ടൻ പേഴ്സണലി അദ്ദേഹത്തിന്റെ പേര് വരരുതെന്ന് ഒരുപാട് ആഗ്രഹിച്ച ആളാണ് ഞാൻ. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. എനിക്ക് എൻ്റെ ഒരു വെൽവിഷർ കൂടിയാണ് അദ്ദേഹം. ഞാനത് എൻ്റെ അടുത്ത് ചോദിച്ചതിന് വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടിയാണ് പറഞ്ഞത്. ഇന്നും ആ കേസ് തെളിയിക്കുന്നത് വരെ ദിലീപേട്ടൻ്റെ കൂടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെ തന്നെയാണ് ഞാനും ഉള്ളത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ, അങ്ങോട്ട് നോക്കിയാ മതി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.